ചർച്ച് ബില്ലിൽ ഭയമില്ലെന്ന് ഓർത്തഡോക്സ് സഭ. എന്ത് ബില്ലുമായി വന്നാലും സഭ നേരിടുമെന്ന് ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ പറഞ്ഞു. സഭാ ഭരണഘടനയും സുപ്രീം കോടതി വിധിയും കുരുതി കൊടുത്ത ആരുമായും സമാധാനത്തിനില്ലെന്നും കാതോലിക്ക ബാവ വ്യക്തമാക്കി. ഈ സഭ എന്നും നിൽക്കും. അതിനെ തീയിൽ കൂടി കടന്നുപോയുള്ള സന്ദർഭങ്ങൾ അനേകമുണ്ട്. അങ്ങനെയുള്ള ഒരു തീയിൽ കൂടി കടന്നു പോകുവാൻ ഏത് മന്ത്രിസഭയോ ഏത് സർക്കാരോ ബില്ല് കൊണ്ടുവന്നാലും ഞങ്ങൾക്ക് മലങ്കര സഭയ്ക്ക് യാതൊരു തരത്തിലുള്ള ഭയവുമില്ല. അതിനെ നേരിടുവാനുള്ള കരുത്ത് മലങ്കര സഭയ്ക്ക് ഇന്നുണ്ട്. അത് നേരിടുക തന്നെ ചെയ്യും. വിവരങ്ങൾ നൽകാൻ ജോസി ബാബു ചേരുന്നുണ്ട്. ജോസി, ചർച്ച് ബില്ലിന്മേൽ ഓർത്തഡോക്സ് സഭയുടെ നിലപാട് എന്താണ്? രേഷ്മ, ചർച്ച് ബില്ല് നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ സർക്കാർ നടത്തുന്നതിനെ പൂർണ്ണമായും എതിർത്തുകൊണ്ട് നേരത്തെ തന്നെ ഓർത്തഡോക്സ് സഭാ നേതൃത്വം രംഗത്ത് വന്നിരുന്നു. പ്രത്യേകിച്ച് കോടതി വിധി നടപ്പിലാക്കുന്നതിലടക്കം സർക്കാർ ഉദാസീനമായ മനോഭാവമാണ് കാണിക്കുന്നത്. എതിർവിഭാഗത്തിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും അടക്കം ഓർത്തഡോക്സ് സഭാ നേതൃത്വം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് പ്രത്യേകമായി നടത്തിയ ഒരു കുർബാനയ്ക്കിടയിൽ സഭാ അധ്യക്ഷൻ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ ഈ വിഷയം വീണ്ടും പരാമർശിച്ചത്. സഭ ഈ പലതരത്തിലുള്ള പീഡാനുഭവങ്ങൾ, പ്രത്യേകിച്ച് തീയിൽ കുരുത്ത അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. അപ്പോഴൊക്കെയും സഭ അതിനെ നേരിട്ടിട്ടുണ്ട്. ഏത് സർക്കാരും ഏത് മന്ത്രിസഭയും ബില്ലുമായി വന്നാലും അത് നേരിടും. സഭയുടെ ഭരണഘടന, അതായത് 34-ലെ ഭരണഘടനയും അതോടൊപ്പം സുപ്രീം കോടതി വിധിയും കുരുതി കഴിച്ചിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾക്കും ഒരു സമാധാന ചർച്ചകൾക്കും സഭ ഇല്ല എന്നും സഭാധ്യക്ഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. മുൻ സഭാധ്യക്ഷനായ പൗലോസ് തൃതീയൻ കാതോലിക്ക ബാവയുടെ ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് നടന്ന പ്രത്യേക കുർബാനയിലാണ് ഇന്ന് അദ്ദേഹം ഈ പ്രസംഗം നടത്തിയത്. രേഷ്മ. ശരി.